ഇന്നലെ ആരോ കത്തെഴുതിയിട്ടുണ്ട്. ചോദ്യം എന്താണ്, ഈശ്വരൻ്റെ അടുത്ത് നമ്മളുടെ വിഷയങ്ങൾ ദുഃഖങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പാടുമോ? ചിലർ പറയണു നമ്മളുടെ കാര്യങ്ങളൊന്നും ഭഗവാന്റെ അടുത്ത് ചോദിക്കരുത് എന്നോ. അപ്പോൾ അച്ഛനും അമ്മയോ ആണ് ഭഗവാൻ എന്നൊക്കെ നമ്മൾ പറയണം. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മളുടെ വിഷമങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഭഗവാന്റെ അടുത്ത് നമ്മളുടെ വിഷമങ്ങളൊക്കെ പറയണ്ടേ, ചോദിക്കണ്ടേ? ഇതാണ് കത്തിലെ വിഷയം, ചോദ്യത്തിലെ വിഷയം. നിശ്ചയമായിട്ടും ഭഗവാന്റെ അടുത്ത് ചോദിക്കണം, പറയണം. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ഭഗവാനോട് ഒന്നും പറയരുത്, ചോദിക്കരുത് എന്നൊക്കെ പറയണത് സ്വയം ഉള്ളിൽ ഒരു ആഗ്രഹവും ഉണ്ടാവാത്തവരുടെ കാര്യത്തിലാണ്. നമ്മളിപ്പോ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൊ അതിനൊക്കെ ഭഗവാന്റെ അടുത്ത് ധാരാളമായിട്ട് ചോദിക്കാം. കാമ്യഭക്തിയും ഒരു ഭക്തിയാണ്. പലപ്പോഴും നമുക്ക് ഭഗവാന്റെ അടുത്ത് ഒരു കണക്ഷൻ വരുന്നത് കാമ്യഭക്തിയിലൂടെയാണ്. പക്ഷെ ഈ കാമ്യഭക്തി ഒരു ബിസിനസ്സാക്കി മാറ്റണത് അത് ശരിയാവില്ല. അമ്പലത്തിൽ പോയി ആദ്യം തന്നെ ആ ലിസ്റ്റൊക്കെ നോക്കി, ആ പരിപാടി ശരിയല്ല. നമ്മൾ ഭഗവാനുമായിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ അടുത്ത് ഇന്നത് ചെയ്താൽ എനിക്ക് ഇന്നത് ഫലം കിട്ടും, അങ്ങനെയല്ല. നമ്മൾക്ക് വേണ്ടത് ഒരു അച്ഛനമ്മയുടെ അടുത്ത് കുട്ടികൾ ചോദിക്കണ പോലെ ചോദിക്കാം. നമുക്കത് ഉത്തരം കിട്ടിയോ ഇല്ലയോ, ചിലപ്പോൾ ഉത്തരമായിരിക്കും കിട്ടുക, കാര്യം മാറില്ല. ചിലപ്പോൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരും, ഈ വിഷമമൊക്കെ നിനക്ക് വന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ആ സംവാദം വേണം. ഭക്തി എന്ന് പറയുന്നത് തന്നെ ഈശ്വരന്റെ അടുത്തുള്ള സംവാദമാണ്, അതൊരു വിചാരമാണ്. നമുക്ക് വിഷമങ്ങൾ ദുഃഖങ്ങളും നമ്മൾ പിന്നെ ആരോട് പറയും? അപ്പോ എല്ലാം വേദം ആരംഭിക്കുന്നത് തന്നെ ഈശ്വരന്റെ അടുത്ത്, ഒരു അച്ഛന്റെ അടുത്തേക്ക് മക്കൾ പോണ പോലെ ഞാനിതാ അങ്ങയുടെ അടുത്തേക്ക് വരണു. ഹേ അഗ്നേ സനഃ പിതേവ സൂനവേ അഗ്നേ സൂപായണോ ഭവ. ഒരു അച്ഛന്റെ അടുത്ത് മക്കളെ പോലെയാണ് ഞങ്ങൾ വരണത് എന്നാണ് വേദം പറയണത്. അപ്പോ വേറൊരിടത്ത് പറഞ്ഞു, യഥേഹ ക്ഷുദിതാ ബാലാഹ മാതരം പര്യുപാസത്തെ. വിശന്ന കുട്ടികള് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പോലെ വരുന്നു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അടുത്ത് അല്ലാതെ പിന്നെ ആരോട് പറയും? ധാരാളമായിട്ട് പറയാം. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ തന്നെ നമ്മളെ കാണുക, നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. ചില വിഷയങ്ങളൊക്കെ ഭഗവാനെ എനിക്ക് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കണതും ഭഗവാനോട് പറയണം. ഇതൊക്കെ ധ്യാനമാണ്. അപ്പോഴാണ് നോക്കൂ, ഇതൊക്കെ നമ്മൾ അടക്കി ഉള്ളിൽ വെച്ചിട്ട് വിശ്വംഷക്കാരോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കണമെന്നേ മനസ്സിലാവുക. ഭഗവാനെ മനസ്സിലാവുമോ എന്തോ അറിയില്ല. ഇതൊക്കെ ഉള്ളിൽ മാറ്റി വെച്ചിട്ടേ അപ്പോ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ ഭഗവാനെടുത്ത്, ഭഗവാൻ നാമം ജപിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ വരുന്ന ഭാവങ്ങളെയൊക്കെ ഈശ്വരന്റെ മുമ്പിൽ അവതരണം ചെയ്യണം. അപ്പോഴാണ് ലിങ്ക് ഉണ്ടാവുക, ശരിക്കുള്ള ധ്യാനം ഉണ്ടാവുക. ആരെങ്കിലും എഴുതി വെച്ച സ്തോത്രങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലുന്നതൊക്കെ സെക്കൻഡറിയാണ്. അതൊക്കെ നല്ലത്, നല്ല സ്തോത്രങ്ങൾ ഭംഗിയായിട്ടൊക്കെ ചൊല്ലണം, ശരി, അതിനൊരു മന്ത്രശക്തി അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ വാസ്തവത്തിൽ നിങ്ങളെ ആവിഷ്കരിക്കണം. മഹാപുരുഷന്മാരൊക്കെ ചെയ്തിരിക്കുന്നത് അതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അടുത്ത് എടുത്തു പറഞ്ഞ്, നിങ്ങൾ തുക്കാറാം, നാമദേവൻ, ഇവരുടെയൊക്കെ പാട്ടുകൾ, ത്യാഗരാജസ്വാമിയുടെ കീർത്തനങ്ങളൊക്കെ നോക്കൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അടുത്ത് പറയണുണ്ട്. ഭഗവാന്റെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ ആരുടെ അടുത്താ പറയണേ? നമ്മളുടെ അടുത്ത് തന്നെ. നമ്മുടെ അന്തര്യാമി, നമ്മുടെ ആത്മാ അവിടെ തന്നെയാ പറയണത്. ഉള്ളിലുള്ള സാക്ഷി, ആ സാക്ഷിയാണ് കേൾക്കണത്. അതിന് നമ്മൾ പുറമേക്ക് ദേവിയോ ശിവനോ കൃഷ്ണനോ എന്ത് വേണമെങ്കിൽ വെച്ചോളൂ. പക്ഷെ പറയണത് നിങ്ങളോടാണ്. അത് നിങ്ങൾ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് പറയൂ, ദേവി അമ്മ എന്ന് വിളിച്ചിട്ട് പറയൂ, ഈശ്വരൻ എന്ന് വിളിച്ചിട്ട് പറയൂ, എന്ത് വിളിച്ചിട്ട് പറഞ്ഞാലും ശരി, അന്തര്യാമിയായ ദേവനാണ് കേൾക്കുന്നത്. അത് ചിലപ്പോൾ വെളിയില് അതിനൊരു ഫലം വരും, ചിലപ്പോൾ വിപരീത ഫലം വരും. അപ്പൊ നമ്മൾ ചോദിക്കും, ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ എനിക്ക് വിപരീത ഫലം തന്ന്? അപ്പൊ ഉള്ളിൽ നിന്നൊരു ഉത്തരം വരും. അതൊരു ശാസ്ത്രീയമായൊരു പദ്ധതിയാണത്. ചിലപ്പോ നമുക്ക് ഫലമൊന്നും കിട്ടില്ല, ഉത്തരം മാത്രം കിട്ടും ഉള്ളിൽ നിന്ന്.
എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഇന്ന അനുഭവങ്ങൾ വരുന്നത്? ഉത്തരം കിട്ടും. ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് ഭഗവാൻ ത്യാഗരാജസ്വാമി ചില കീർത്തനങ്ങളൊക്കെ പറയണു, രാമ ഞാൻ എൻ്റെ കഷ്ടങ്ങളൊക്കെ പറയണു, നീ പറയണു അതൊക്കെ താങ്ങിക്കോളൂ എന്ന് പറയണു, സഹിച്ചോളൂ എന്ന് പറയണു അത്രേ രാമൻ. എൻ്റെ ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്, സഹിച്ചോളൂ എന്ന് പറയണു. അപ്പോ അത് ആ കീർത്തനം നമുക്കൊരു ഉപദേശമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ദുഃഖങ്ങളൊന്നും സ്വാമിയുടെ അടുത്ത് പറയരുത്, ഭഗവാന്റെ അടുത്ത് പറയരുതെന്ന് ധരിക്കരുത്. പറയുക, അത് നടക്കോ, അത് ശരിയായ വഴിയാണ്. അല്ലാതെ അതിനു വേണ്ടി ഈ വഴിപാട് കഴിക്കുക, ആ വഴിപാട് കഴിക്കുക, ഇതൊക്കെ ചെയ്യാന്ന് പറയണത് പരിപാടി വേറെയാണ്. അത് നേരിട്ട് പോലുമല്ല, അമേരിക്കയിൽ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് വഴിപാട് കഴിച്ചോ, കഴിച്ചു, ടിങ് ശബ്ദം. അതൊന്നും വേണ്ട. ഇവിടെ അന്തര്യാമിയായ ദേവനിൽ കതവ് മുട്ടി മുട്ടി തുറക്കുന്നവരെ മുട്ടണം, ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നവരെ. അവിടെ ഇത് അപ്പോ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളാണേ. വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീതയൊക്കെ നമ്മളാവണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒന്നു ചേരണം അതിനോട്. പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങൾ വളരെ ഹോണസ്റ്റായിട്ട് നമ്മളാണ്, വളരെ സിൻസിയറായിട്ട് നമ്മളാണ്. അതിൽ എത്ര കണ്ട് ഈ അഹംവൃത്തി ഉണ്ടോ അത്ര കണ്ട് നമുക്ക് ഇറാൻ യുദ്ധത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടെയാണെങ്കിൽ ഉണ്ടാവും. നമ്മൾക്ക് അതല്ല ഇപ്പൊ പ്രശ്നം, കാപ്പിയിൽ പഞ്ചസാര പോരാ, അതാണ് പ്രശ്നം. ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിലൊക്കെ നമ്മളുടെ ഈ വ്യക്തിത്വത്തിന്റെ സ്റ്റാമ്പ് ഉണ്ട്. അത് നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. അപ്പൊ ഈശ്വരന്റെ മുമ്പ് തുറന്ന് കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ കാണുകയാണ്. ഓ ഇതാണല്ലേ, ഞാൻ വിചാരിച്ചു ഞാൻ മര്യാദക്കാരനാണെന്ന് വിചാരിച്ചു. പല ആളുകളും പറയും, ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് പറയും, സ്വാമി ഒന്നും പറയണ്ട, ഇത് വേണ്ടി കിടന്നില്ല. എന്താ അല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത് എന്നാണ്. മനസ്സ് അങ്ങോട്ട് നിശ്ചലമാക്കുമ്പോഴാണ് പഴയ തട്ടുംപുറം തുറന്നപ്പോ ഉള്ളതൊക്കെ വരുന്ന പോലെ എന്തൊക്കെയോ ഉള്ളുന്നു വരിവരിയായിട്ട് പുറപ്പെട്ടു വരുന്നു. ഇത്തരത്തിലുള്ള ചരക്കൊക്കെയാണ് ഉള്ളിലുള്ളത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. ഇപ്പൊ നമ്മൾ ചിലപ്പോ നമ്മൾക്കിപ്പോ ഭഗവാന്റെ അടുത്ത് പറയാൻ വിഷമമൊന്നുമില്ലല്ലോ, അല്ലേ? നമുക്ക് മറ്റുള്ളവരോട് പറയാനൊക്കെയല്ലേ വിഷമമുള്ളൂ, ഭഗവാനോട് പറയാൻ വിഷമമൊന്നുമില്ലല്ലോ. ഭഗവാനോട് എക്സ്പ്രസ് ചെയ്യാലോ, ഈശ്വരന്റെ അടുത്ത് പറയാലോ. അങ്ങനെ പറയുമ്പോ നമ്മൾ അലേർട്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ, അങ്ങനെയുള്ള ധ്യാനത്തിൽ നിങ്ങൾ ഉറങ്ങാനേ പറ്റില്ല. നേരെ മറിച്ച് നാരായണ 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 എന്താന്ന് വെച്ചാ അത് ഈ റിപ്പീറ്റിംഗ് മെഷീൻ പോലെയാണ്. നേരെ മറിച്ച് ആ നാരായണന്റെ അടുത്ത് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ, അപ്പോ ഉണരും. അപ്പോ പതുക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എത്ര ഞാനും എൻ്റെയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ പറയണം. അപ്പോഴാണ് വരിയായിട്ട് ഇതിലൊക്കെ ഞാൻ ഇതേ ഉള്ളൂ എന്ന് അറിയും. അപ്പോഴാണ് നമ്മൾ ഈ ഞാൻ എന്നുള്ള ഈ വൃത്തി എത്ര കണ്ട് നമ്മളുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നുണ്ട് എന്ന് കാണുക. ആ സ്പന്ദനത്തിനെ നമ്മളങ്ങനെ ശ്രദ്ധിക്കും തോറും അത് ഹൃദയത്തിൽ ഇങ്ങനെ ഈ പ്രക്രിയ, ഈ ഹൃദയത്തിനെ സ്പർശിക്കാനുള്ള അന്തർമുഖത നേടിയെടുക്കുന്ന ഈ പ്രക്രിയ ഒരാൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അയാള് ജീവിതത്തിൽ അയാൾക്ക് മൂന്നാമത്തെ കണ്ണ് വെച്ചിരിക്കുന്നു എന്നാണ്. ചാരുലോചനം, നല്ല ഒരു കണ്ണ്, അയാൾക്ക് അകക്കണ്ണ് തുറന്നിരിക്കണം. തേർഡ് ഐ ഓപ്പണിങ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ തുറന്നാൽ വരും. അപ്ലൈ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. എന്ത് ചെയ്യുമോ അറിയില്ല. അങ്ങനത്തെ ചില കോഴ്സൊക്കെ ഉണ്ട്. അവിടെ പോയാൽ യുവർ തേർഡ് ഐ വിൽ ബി ഓപ്പൺഡ്.
അധ്യാത്മത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. പക്ഷേ ഒരുപാട് നിധിയുമുണ്ട്. ആ നിധി നമ്മൾ നോക്കിയെടുക്കും. ഈ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയണത് ജ്ഞാനമാണ്. നമ്മൾക്ക് വാസ്തവത്തിൽ നമ്മളെ കാണാനുള്ള കണ്ണാണ്.